ഒരു പ്രായമുള്ള ഒരു അമ്മ കയറി വരുന്നുണ്ട്, സരസ്വതി അമ്മ. എന്നിട്ട് വല്ലാതെ വേദനകൾ പങ്കുവെക്കുന്നുണ്ട്. വിഷമിപ്പിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച് പരാതി പറയാനാണ് വന്നത്. അപ്പം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നമ്പർ എടുത്ത് വിളിക്കണം, അവരോട് പറയണം എൻ്റെ മകൻ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾ കയറി വന്നോ, ധൈര്യമായിട്ട് ഇങ്ങോട്ട് നേരിട്ട് കയറിപ്പോരൂ, എന്നിട്ട് എൻ്റെ അടുത്ത് വാ, എന്നിട്ട് പറ, ഞാൻ അവരെ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു ചീഫ് മിനിസ്റ്റർ. അടിപൊളി. എന്താണ് പറയേണ്ടത് എന്നറിയില്ല സത്യത്തിൽ. ഒരു വാർഡ് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ എല്ലാവരുടെയും പരാതികളൊന്നും കേൾക്കാൻ ആ ഒരു ചീഫ് മിനിസ്റ്റർക്ക് കഴിയില്ല എന്നറിയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ചേർത്ത് നിർത്തുന്ന സത്യപ്രതിജ്ഞാ വേദിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഫൈഹ മിഥിലാജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നു. അതുപോലെ അമ്മാളു അമ്മ, അമ്മിണി അമ്മ, പേര് ഞാൻ മറന്നു. ഇപ്പം സരസ്വതി അമ്മ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ അവരോടൊക്കെ ചേർത്ത് നിർത്തി തിരക്കുകൾക്കിടയിലും അവരെയൊക്കെ ഒന്ന് ചേർത്ത്, മനുഷ്യർക്ക് ഇതൊക്കെയാണോ ആവശ്യമെന്ന്. ഒരുപാട് വികസനങ്ങൾ വേണ്ട എന്നല്ല, വേണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഇമോഷണലി മനുഷ്യനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം മനുഷ്യന് കൊടുക്കുക, ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക, അതുപോലെ അവരെ ചേർത്ത് നിർത്തി സന്തോഷ വാക്കുകൾ പറയുക. പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്ന് പറയുമ്പം അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ സാരല്ലടാന്ന് പറഞ്ഞിട്ട് ഒന്ന് തലോടാൻ കാണിക്കുന്ന ആ ഒരു 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 മനസ്സുണ്ടല്ലോ, റിയലി ഗ്രേറ്റ്ഫുൾ. എന്താണ് ഇതിന് പറയേണ്ടത് എന്നറിയില്ല. ഇത് ചീഫ് മിനിസ്റ്റർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ. താങ്കൾക്ക് ബിഗ് സല്യൂട്ട് നൽകാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.